നമസ്തേ. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇവിടെ പറയുന്നത് ഒരാളുടെ ജാതകത്തിൽ ശനിയെ കൊണ്ട് ചിന്തിക്കാവുന്ന ചില വിശേഷ വിധികളെ പറ്റിയാണ്. ജാതകത്തിൽ ശനിയെ മന്ദൻ എന്നുള്ളതിൻ്റെ മാ എന്നാണ് അടയാളപ്പെടുത്തുന്നത്. സൂര്യനിൽ നിന്നും വളരെ അകലത്തിലാണ് ശനിയുടെ സ്ഥാനം. അതുകൊണ്ട് തന്നെ അതിൻ്റെ സഞ്ചാരപഥവും ദൈർഘ്യമേറിയതാണ്. മന്ദഗതിയിൽ സഞ്ചരിക്കുന്ന ഗ്രഹമായതുകൊണ്ട് തന്നെയാണ് ശനിയെ മന്ദൻ എന്നറിയപ്പെടുന്നത്. ഒരു രാശി കടന്നു പോകുന്നതിന് തന്നെ 2.5 വർഷമെടുക്കുമെന്നുള്ളതാണ്. ജാതകത്തിൽ മകരം, കുംഭം രാശികളുടെ ആധിപത്യമാണ് ശനിക്കുള്ളത്. തുലാം രാശി ഉച്ചവും മേടൻ രാശി നീചരാശിയുമാണ്. സൂര്യൻ്റെ ഉച്ചനീചരാശികൾ ശനിക്ക് നേർവിപരീതങ്ങളാണ്. ഇടവം തുലാം രാശിക്കാർക്ക് ശനി യോഗകാരകനാണ്. അതേപോലെ മിഥുനം കന്നി രാശിക്കാർക്ക് ശനി ദോഷകാരകനുമാണ്. ശനിക്ക് പൂയം, അനിഴം, ഉത്രട്ടാതി എന്നീ നക്ഷത്രങ്ങളുടെ ആധിപത്യമാണുള്ളത്. ജാതകത്തിൽ ശനിക്ക് ശുഭസ്ഥാനസ്ഥിതിയാണെങ്കിൽ ശനിയുടെ ദശാപകാരകാലങ്ങളിൽ ജാതകന് ശുഭഫലങ്ങളെയും അനിഷ്ടസ്ഥാനത്താണ് സ്ഥിതിയെങ്കിൽ അനിഷ്ടഫലങ്ങളെയും നൽകുമെന്നുള്ളതാണ്. ഇഷ്ടസ്ഥാനസ്ഥിതിയും ശുഭഗ്രഹ വീക്ഷണവും ഉണ്ടെങ്കിൽ ശനി ജാതകന് വിചാരശീലം, വിവേകം, കരുതൽ തുടങ്ങിയ ഗുണങ്ങളൊക്കെ നൽകും. അതേപോലെ തൊഴിൽ, വ്യാപാരം ഇവയെ പുനരുദ്ധരിച്ച് നടത്തിക്കൊണ്ടുപോകാനും പരാശ്രയമില്ലാതെ കഴിയാനുമുള്ള അവസരങ്ങളും ശനി നൽകുമെന്നുള്ളതാണ്. ശനിക്ക് അനിഷ്ടസ്ഥാനസ്ഥിതിയോ അശുഭഗ്രഹങ്ങളുടെ യോഗമോ ഉണ്ടായാൽ ഫലം ദുഃഖപ്രദമായിരിക്കും. എല്ലാ കാര്യങ്ങളിലും പരാജയപ്പെടുന്നത് കാണാം. ഒരു പരാജയ മനോഭാവം വന്നു ചേരുമെന്നുള്ളതാണ്. നിസാര കാര്യങ്ങൾ പോലും വളരെ ക്ലേശകരമായി അനുഭവപ്പെടുന്നത് കാണാം. എത്ര സൂക്ഷിച്ചാലും മറ്റുള്ളവർ ഇവരെ തെറ്റിദ്ധരിക്കുമെന്നുള്ളതാണ്. മറ്റുള്ളവർക്ക് അപ്രിയം തോന്നുകയും ചെയ്യും. ഏത് കാര്യത്തിലേർപ്പെട്ടാലും പൊതുവെ തടസ്സങ്ങളും ക്ലേശങ്ങളുമായിരിക്കും. ഒരു പ്രത്യേകത എന്തെന്ന് വെച്ചാൽ ഇവർക്ക് ഉപദ്രവവും തടസ്സവും ഉണ്ടാക്കുന്നത് പ്രധാനമായും പ്രായമായവർ, ശനിയാഴ്ച ജനിച്ചവർ, മകരം, കുംഭം ലഗ്നത്തിൽ ജനിച്ചവർ, പൂയം, അനിഴം, ഉത്രട്ടാതി എന്നീ നക്ഷത്രക്കാർ എന്നിവരായിരിക്കും. ശനി ആയുസ്സിൻ്റെ കാരകനാണ്. ജാതകത്തിൽ ശനി അഷ്ടമത്തിലാണ് സ്ഥിതിയെങ്കിൽ ജാതകന് ആയുർയോഗമുണ്ടെന്ന് പറയാം. വ്യാഴം സൃഷ്ടികർത്താവും ശനി സംഹാരകർത്താവുമാണ്. തണുത്ത ആഹാരം, പഴയ ആഹാരം, പുളിപ്പ്, അഴുകൽ ഇവയൊക്കെ ശനിയുടെ ധർമ്മങ്ങളാണ്. ശനി ലഗ്നക്കാർ പൊതുവെ മൗനികളും ദീക്ഷ വളർത്തുന്നവരും വ്രതാനുഷ്ഠാന തൽപരരും ഏകാന്തപ്രിയരുമായിരിക്കും. മറ്റുള്ളവരുടെ അഭിപ്രായം തേടാതെ തന്നെ അനിഷ്ടം പോലെ പ്രവർത്തിക്കുക എന്നത് ഇവരുടെ ഒരു പ്രത്യേകതയാണ്. ശനി രഹസ്യ സ്വഭാവക്കാരനാണ്. ശനി ലഗ്നക്കാരുടെ ശരീരപ്രകൃതി പൊതുവെ വിളറി ഇരുണ്ടതും എല്ലുകൾ താഴ്ന്നതും മെലിഞ്ഞതുമായിരിക്കും. ഇവരെ കണ്ടാൽ യഥാർത്ഥ പ്രായത്തേക്കാൾ കൂടുതൽ പ്രായം തോന്നിക്കുമെന്നുള്ളതാണ്. കണ്ണുകൾ കുഴിഞ്ഞിരിക്കും. പുരികത്തിൽ ധാരാളം മുടികളുണ്ടാകും. തുറിച്ച നോട്ടമായിരിക്കും. കേൾവിക്കുറവുള്ളവരായിരിക്കും. ഇതുമൂലം ചിലരൊക്കെ സംസാരിക്കുമ്പോൾ ചെവിയിൽ കൈവച്ചു കേൾക്കുന്ന സ്വഭാവമുണ്ടായിരിക്കും. ജാതകത്തിൽ ശനിയെക്കൊണ്ട് എന്തൊക്കെ ചിന്തിക്കാമെന്ന് നോക്കാം. ശനി ആയുർകാരകനാണ്. മരണം, രോഗം, ദാസസ്വഭാവം, ആയുസ്, അന്യഭാഷാ വിദ്യാഭ്യാസം, അപമാനം, ദാരിദ്ര്യം, ആപത്ത്, ഇരുമ്പ് സംബന്ധമായ തൊഴിൽ,
നീചസംസർഗം, അലസത, കാരാഗ്രഹം, ബന്ധനം, സന്ധ്യ, ഓർമ്മക്കുറവ്, നാശം, കറുപ്പ് നിറം, ശാസ്താവ്, വാതരോഗം ഇവയെല്ലാം തന്നെ ജാതകത്തിൽ ശനിയെ കൊണ്ട് ചിന്തിക്കാം. ശനി പാപനാണെന്ന് സങ്കല്പിക്കപ്പെടുന്നുണ്ടെങ്കിലും ചിലപ്പോൾ ശുഭനേക്കാൾ ശുഭനായി തീരാറുണ്ട്. ശുഭഗ്രഹങ്ങൾക്ക് നൽകാൻ കഴിയാത്ത പല ഉത്കൃഷ്ട ഫലങ്ങളും ശനിക്ക് നൽകാൻ കഴിയുമെന്നുള്ളതാണ്. ശനി ബലവാനായി ജാതകത്തിൽ നിൽക്കുന്നുണ്ടെങ്കിൽ ജാതകന് ദീർഘായുസ് പറയാൻ കഴിയും. ബലവാനായ ശനി അഷ്ടമത്തിൽ നിന്നാലും ജാതകന് ദീർഘായുസ് പറയാൻ കഴിയുമെന്നുള്ളതാണ്. ശനി നല്ല സ്ഥാനത്ത് എവിടെ നിന്നാലും ജാതകൻ വളരെ പ്രതാപിയായും സമ്പന്നനായും ജീവിക്കുമെന്നുള്ളതാണ്. ശനി വ്യാഴത്തിൻ്റെ കൂടെയോ ശുക്രൻ്റെ കൂടെയോ നിന്നാൽ അവരുടെ ഫലദാന ശക്തി കുറയുകയും ശനിയുടെ ഫലദാന ശക്തി കൂടുകയും ചെയ്യും. അവിടെ പാപബലം ഗണ്യമായി കുറയുകയും ചെയ്യും. ശനിയും ബുധനും നപുംസക ഗ്രഹങ്ങളാണ്. രണ്ടുപേരും ഒരു രാശിയിൽ നിന്നാൽ രണ്ട് ശനിയുടെ ഫലം രണ്ടുപേരും കൂടി ചെയ്യുമെന്നുള്ളതാണ്. ശനിയുടെ യോഗത്താൽ ബുധൻ അവിടെ പാപനായിത്തീരുന്നു എന്നാണ്. ശനിയാഴ്ച ദിവസങ്ങളിലും വർഗോത്തമം ചെയ്തു നിൽക്കുമ്പോഴും മകരം കുംഭം രാശികളിൽ നിൽക്കുമ്പോഴും ലഗ്നാൽ 7-ാം ഭാവത്തിൽ നിൽക്കുമ്പോഴും ദക്ഷിണായനത്തിലും രാത്രിയിലും കറുത്ത പക്ഷത്തിലും വക്രഗതിയിലും ശനി പ്രത്യേക ബലവാനാണ്. വക്രഗതിയിൽ ശനി ബലവാനല്ലെന്ന് അഭിപ്രായവുമുണ്ട്. ചൊവ്വയുടെ രാശിയായ മേടത്തിൽ ശനി നിൽക്കുമ്പോൾ, അതായത് മേടൻ രാശി ശനിയുടെ നീചരാശിയാണ്. അവിടെ ശനി നിൽക്കുമ്പോൾ ജനിക്കുന്നവൻ അറിവില്ലാത്തവനും സഞ്ചാരിയും കപട സ്വഭാവക്കാരനും ബന്ധുക്കളില്ലാത്തവനുമായി ഭവിക്കുമെന്നുള്ളതാണ്. ഉച്ചരാശിയായ തുലാൻ രാശിയിൽ ശനി നിൽക്കുമ്പോൾ ജനിക്കുന്ന ജാതകൻ പ്രസിദ്ധനായും ഗ്രാമം, ദേശം, സമുദായം ഇവയുടെയൊക്കെ നായകനായോ പട്ടാളത്തിൽ ഉയർന്ന ജോലിയോ ധനവാനായും കീർത്തിമാനായും സുഖിമാനായും ഭവിക്കുമെന്നാണ്. സുക്ഷേത്രങ്ങളായ മകരത്തിലോ കുംഭത്തിലോ ശനി നിൽക്കുമ്പോൾ ജനിക്കുന്ന ജാതകൻ പരസ്ത്രീകളാൽ ധനാദികൾ ലഭിക്കുന്നവനും സ്ഥിരമായ ഐശ്വര്യവും ധനവും സുഖവും ഉള്ളവനുമായി ഭവിക്കുമെന്നുള്ളതാണ്. ഇവരുടെ ശരീരത്തിന് ഒരു വിയർപ്പ് ഗന്ധം ഉണ്ടായിരിക്കുമെന്നുള്ളതാണ്. മകരത്തിൽ ശനി നിൽക്കുന്നവരുടെ ഒരു പ്രത്യേകത എന്തെന്ന് വെച്ചാൽ അവർ മിതഭാഷികളായിരിക്കുമെന്നുള്ളതാണ്. ബുധന്റെ രാശിയായ മിഥുനത്തിലോ കന്നിയിലോ ശനി നിൽക്കുമ്പോൾ ജനിക്കുന്ന ജാതകൻ സുഖവും ധനവും ഇല്ലാത്തവനായും, ശുക്രന്റെ രാശിയായ ഇടവത്തിൽ ശനി നിൽക്കുമ്പോൾ ജനിക്കുന്ന ജാതകൻ ഭാര്യമാരെ തേടി നടക്കുന്നവനും സമ്പത്ത് കുറഞ്ഞവനും തന്നേക്കാൾ പ്രായം കൂടിയ സ്ത്രീകളുമായി ബന്ധം സ്ഥാപിക്കുന്നവനായും ഭവിക്കും. കർക്കിടകത്തിൽ ശനി നിൽക്കുമ്പോൾ ജനിക്കുന്ന ജാതകൻ ധനമില്ലാത്തവനായും മാതാവിനെ വേർപെട്ട് കഴിയുന്നവനും അറിവില്ലാത്തവനായും ഭവിക്കുമെന്നാണ്. ഇവരുടെ പല്ലുകൾക്ക് വൈകൃതാവസ്ഥയുണ്ടായിരിക്കുമെന്ന ഒരു പ്രത്യേകതയുണ്ട്. സൂര്യക്ഷേത്രമായ ചിങ്ങത്തിൽ ശനി നിൽക്കുമ്പോൾ ജനിക്കുന്ന ജാതകൻ മാന്യതയ്ക്ക് കുറവുള്ളവനായും പുത്രന്മാരില്ലാത്തവനായും പ്രാരാബ്ധങ്ങളും ദുഃഖങ്ങളും അനുഭവിക്കുന്നവനുമായിരിക്കും. വ്യാഴക്ഷേത്രങ്ങളായ ധനുരാശിയിലോ മീനൻ രാശിയിലോ ശനി നിൽക്കുമ്പോൾ ജനിക്കുന്ന ജാതകൻ നീതിബോധമുള്ളവനും അനീതി കണ്ടാൽ എതിർക്കുന്നവനും സർക്കാർ സംബന്ധമായ ജോലിയുള്ളവനും നല്ല സ്നേഹിതന്മാരും അതോടൊപ്പം തന്നെ അസൂയക്കാരുള്ളവരുമായിരിക്കും. നല്ല ഭാര്യാപുത്രാദികളുള്ളവനും ധനവാനായും ദീർഘായുസുള്ളവനായും വയസ്സുകാലത്ത് സുഖമനുഭവിക്കുന്നവനും
ഏതു വിധത്തിലെങ്കിലും ഏതെങ്കിലും ഒന്നിൻ്റെ നേതൃസ്ഥാനം വഹിക്കുന്നവനും അവസാനം മംഗളമരണത്തോടു കൂടിയവനായും ഭവിക്കുമെന്നാണ്. മംഗളമരണം എന്ന് പറയുമ്പോൾ ദുർമരണം അല്ലാതെയുള്ള സുഖമരണത്തെയാണ് സൂചിപ്പിക്കുന്നത്. അതേപോലെ തന്നെ ധനു, മകരം, കുംഭം, മീനം എന്നീ 4 രാശികളിൽ ശനിക്ക് ഒരു സ്ഥാനബലവും ശുഭത്വവുമുണ്ട്. ശനി ഈ രാശികളിൽ നിന്നാൽ ദോഷം ചെയ്യുകയില്ല എന്നാണ്. ബുദ്ധി, ഗുണം, ധനം, സൗന്ദര്യം, കാര്യശേഷി ഇവ ജാതകനുണ്ടായിരിക്കുകയും ചെയ്യുമെന്നുള്ളതാണ്. ഇഷ്ടസ്ഥാനത്ത് നിൽക്കുന്ന ശനിയുടെ ദശാകാലത്ത് ദുഃഖങ്ങളൊക്കെ അകന്ന് ഭൂമിലാഭം, കൃഷിലാഭം എന്നിവ നേടി ഭൃത്യന്മാരൊക്കെ വന്നു ചേരുന്ന സമയമായിരിക്കും. നാൽക്കാലി ലാഭം, വൃദ്ധജനങ്ങളുടെ സഹായം, സ്ഥിരമായ പുരോഗതി, ഗൃഹലാഭം ഇവയൊക്കെ വന്നു ചേരും. പ്രതികൂലനായ ശനിയുടെ ദശാകാലം അതീവ കഷ്ടപ്രദമായിരിക്കും. സർവകാര്യങ്ങൾക്കും പരാജയം, നാശം, കടബാധ്യത, വൃദ്ധസ്ത്രീകളും നീചസ്ത്രീകളുമായി ചങ്ങാത്തം, വാതരോഗം, കലഹം, കള്ളന്മാരെ കൊണ്ടുള്ള ശല്യം, നീചസ്ഥലങ്ങളിൽ താമസിക്കേണ്ടി വരിക, വിദേശവാസം, കൃഷിനാശം, ഗൃഹനാശം എന്നിവയൊക്കെ അനുഭവത്തിൽ വന്നുചേരും. ജാതകത്തിൽ ശനി ദുർബലനായ വ്യക്തിയുടെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. മാനസിക വിക്ഷോഭങ്ങൾ, ഏതു കാര്യവും നേരിടാനുള്ള കഴിവില്ലായ്മ, ഉറക്കമില്ലായ്മ എന്നിവയൊക്കെ ഇവരുടെ ലക്ഷണങ്ങളാണ്. മറ്റുള്ളവർക്ക് ഇവരെ വേഗത്തിൽ തന്നെ ഭയപ്പെടുത്താൻ കഴിയുമെന്നുള്ളതാണ്. ഇവർ പെട്ടെന്ന് നിരാശരും ദുഃഖിതരുമാകുന്നത് കാണാൻ കഴിയും. പ്രായോഗിക ബുദ്ധി കുറവുള്ളവരായിരിക്കും. ഏത് പ്രവർത്തനങ്ങളിലും തടസ്സങ്ങൾ വന്നനുഭവിക്കുന്നത് കാണാൻ കഴിയുമെന്നുള്ളതാണ്. പഴകിയ ആഹാരത്തോട് താല്പര്യം, ഏകാന്തവാസം, മൗനം, ദീക്ഷ വളർത്തൽ എന്നിവയൊക്കെ ഇവരുടെ ലക്ഷണങ്ങളാണ്. ഇവർക്ക് യഥാർത്ഥ പ്രായത്തേക്കാൾ കൂടുതൽ പ്രായം തോന്നിക്കുന്നവരായിരിക്കും. ശനിദോഷ പരിഹാരങ്ങൾ അനുഷ്ഠിക്കേണ്ടവർ ആരൊക്കെയാണെന്ന് നോക്കാം. മേടം, ധനു, മീനം എന്നീ ലഗ്നങ്ങളിൽ ജനിച്ചവർ 5, 6, 8, 12 തുടങ്ങിയ ഏതെങ്കിലും ഭാവങ്ങളിൽ ശനി നിൽക്കുന്നവർ, രവി, ചൊവ്വ, രാഹു, കേതു എന്നിവരുമായി ശനി യോഗം ചെയ്തു നിൽക്കുന്നവർ, ശനിക്ക് 2, 6, 7, 8, 12 എന്നീ ഭാവങ്ങളുടെ ആധിപത്യമുള്ളവർ എന്നിവരൊക്കെ ശനിയെ പ്രീതിപ്പെടുത്തുന്ന കർമ്മങ്ങൾ അനുഷ്ഠിക്കണം. ചാരവശാൽ 12ലും ജന്മത്തിലും 2ാം ഭാവത്തിലും ശനി സഞ്ചരിക്കുന്ന 7 ശനികാലത്തും 4, 7, 10 എന്നീ ഭാവങ്ങളിൽ ശനി സഞ്ചരിക്കുന്ന കണ്ടകശനികാലത്തും ശനി 8ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന അഷ്ടമശനികാലത്തും ശനിദോഷ പരിഹാര കർമ്മങ്ങൾ അനുഷ്ഠിക്കണം. ഭരണി, പൂരം, പൂരാടം, രോഹിണി, അത്തം, തിരുവോണം, തിരുവാതിര, ചോതി, ചതയം എന്നീ നക്ഷത്രക്കാരും ശനിദശാകാലത്ത് ശനിദോഷ പരിഹാര കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നത് നല്ലതായിരിക്കും. ശനിപ്രീതിക്കായി ശാസ്താവിനെയാണ് ഭജിക്കേണ്ടത്. ശനിപ്രീതിക്കായി ശനിയാഴ്ച വ്രതവും ശനിക്ക് എള്ളുപായസവും നീരാഞ്ജനവും നടത്തുന്നത് ഉത്തമമാണ്. ജന്മനക്ഷത്ര ദിവസവും ശനിയാഴ്ചയും ചേർന്ന് വരുന്ന ദിവസം ഇവ നടത്തുന്നതിന് ഉത്തമ ദിവസമാണ്. പൂയം, അനിഴം, ഉത്രട്ടാതി എന്നീ നക്ഷത്രങ്ങൾ വരുന്ന ദിവസവും ക്ഷേത്രദർശനവും മറ്റ് പൂജാതി കർമ്മങ്ങളും നടത്തുന്നതിന് ഉത്തമ ദിവസം കൂടിയാണ്. ശനിയാഴ്ച ദിവസം അരയാൽ പ്രദക്ഷിണം നടത്തുന്നതും ശനിദോഷ പരിഹാരത്തിന് ഉത്തമമാണ്. ശനിയുടെ നിറം കറുപ്പ്, നീല എന്നിവയാണ്.
ക്ഷേത്ര ദർശനം നടത്തുമ്പോഴും ജന്മനക്ഷത്ര ദിവസങ്ങളിലും ശനിയാഴ്ചകളിലും കറുപ്പ്, നീല നിറങ്ങളിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നത് നല്ലതാണ്. ശബരിമല ക്ഷേത്ര ദർശനം ശനിപ്രീതിക്ക് അതീവ പ്രാധാന്യമുള്ളതും അതിവിശേഷവുമാണ്. ഒരാളുടെ ജാതകത്തിലെ ശനിയെ കൊണ്ടുള്ള വിശേഷ വിധികളെ പറ്റിയാണ് ഇവിടെ പറഞ്ഞത്. ജാതകത്തിലെ ശനിയുടെ സ്ഥിതിയും മറ്റു ഗ്രഹങ്ങളുടെ സ്ഥിതിയും അനുസരിച്ച് ഈ പറഞ്ഞ ഫലങ്ങളിൽ മാറ്റം വന്നേക്കാം. എല്ലാവർക്കും നന്മകളുണ്ടാകട്ടെ. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോ കാണുന്നത് വരെ നിങ്ങൾക്കെൻ്റെ നമസ്കാരം.